നമസ്കാരം. ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വളരെ വികാരപരമായിട്ടുള്ള നിരീക്ഷണത്തോടുകൂടി അദ്ദേഹത്തെ കാട്ടിക്കൊടുക്കുക, പിണറായി വിജയൻ സ്വത്താണ്, പിണറായി വിജയൻ കേരളത്തിൻ്റെ സമ്പത്താണ് എന്നൊക്കെ കാണിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുക. എന്നിട്ട് പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഈ നാട്ടിലേ ഉണ്ടായിട്ടില്ല, ഈ രാജ്യത്തെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് പലതും അദ്ദേഹത്തെക്കുറിച്ച് അന്തംകമ്മികൾ പലപ്പോഴും യൂട്യൂബ് ചാനലുകളിലും മറ്റുമൊക്കെ വലിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതാറുണ്ട്, പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട്, പലതരത്തിലുള്ള ഡോക്യുമെൻ്ററികൾ ചെയ്യാറുണ്ട്, ഷോർട്ട് ഫിലിം വരെ ചെയ്ത് വിജയനെക്കുറിച്ച് അങ്ങനെ പുകഴ്ത്തലുകൾ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ നടത്തുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ചില ആളുകൾ അതുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലൊരു വാർത്തയുണ്ട്. പിണറായി വിജയൻ മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനെന്നാണ് പിണറായിയെ ബ്രാൻഡാക്കാൻ ചെയ്ത ഡോക്യുമെൻ്ററി സംവിധായകൻ പറഞ്ഞത്. ഇതിൽ പരം ഒരു നാണക്കേട് പിണറായിക്ക് ഇനി വരാനുണ്ടോ? യുവതയോട് അറിയണം പിണറായി എന്ന് പറഞ്ഞ സംവിധായകൻ തിരുത്തുകയാണ്. യുവാക്കൾ അദ്ദേഹത്തെ പോലെ ആകരുത് എന്നാണ് ഇനി കമ്മ്യൂണിസ്റ്റ് അപജയത്തിൻ്റെ കേരളത്തിലെ കാരണഭൂതൻ പിണറായി വിജയനാണ് എന്ന് പറയേണ്ടി വരുന്നത്. സംവിധായകനായിട്ടുള്ള KR സുഭാഷാണ് പിണറായിയെ മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് തൻ്റെ പ്രതിഷേധം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് പോലും. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് താൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററി ഇനി യൂട്യൂബിൽ കിടന്നാൽ അത് കാണുന്നവരിലൂടെ തൻ്റെ ഇമേജ് കൂടി താഴ്ന്നു പോകും, തനിക്കിപ്പോൾ ഉള്ള ഒരു സ്വീകാര്യത പോലും ഇല്ലാതെയാകും, അത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റ് എന്ന് സംവിധായകൻ KR സുഭാഷ് വെളിപ്പെടുത്തുകയാണ്. ചങ്കുറപ്പോടെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, വർഷങ്ങൾക്ക് മുൻപ് താൻ ചെയ്തു പോയ ഒരു അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു എന്നാണ് സുഭാഷ് പറയുന്നത്. മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റാണ് എന്ന് വ്യക്തമായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് താൻ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററി യൂട്യൂബിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ KR സുഭാഷ്. പിണറായി വിജയനെക്കുറിച്ച് കേരളത്തിൽ ഇന്നുള്ളത് വെറുപ്പിൻ്റെ ചിത്രമാണ്. ഇത്തരമൊരാളെക്കുറിച്ച് താൻ എടുത്ത യുവതയോട് അറിയണം പിണറായിയെ എന്ന ഡോക്യുമെൻ്ററിക്ക് ഇനി പ്രസക്തിയില്ല എന്നുകൂടി പറയുകയാണ് സംവിധായകൻ. യുവാക്കൾ അദ്ദേഹത്തെ പോലെ ആകരുത് എന്നാണ് ഇനി പറയാനുള്ളത് എന്നും അത് എൻ്റെ പ്രൊഫൈൽ ആവശ്യമില്ല, ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡോക്യുമെൻ്ററി പിൻവലിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയനെ ജനമനസ്സിൽ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയെടുത്ത 35 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററിയാണ് പിൻവലിച്ചിരിക്കുന്നത്. 1 കോടിക്കടുത്ത ആളുകൾ അത് കണ്ടു കഴിഞ്ഞതാണ്. പിണറായി വിജയൻ എന്ന ബ്രാൻഡ് നിർമ്മാണത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യപ്രകാരം നിർമ്മിക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണ് ഇങ്ങനെ പിൻവലിക്കപ്പെടുന്നത് എന്ന ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. മുൻപ് മാധ്യമപ്രവർത്തനവും ഡോക്യുമെൻ്ററി സംവിധായകനുമാണ് ഈ സുഭാഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. പിണറായി എന്ന് പറഞ്ഞാൽ CPMലെ ഏകധ്രുവ സംവിധാനമാണ്. ഇന്ന് ഇത്രയും അഴിമതിയിൽ മുങ്ങിയ മുഖ്യമന്ത്രി ഭരണത്തിൽ തുടരുന്നതിൽ സാങ്കത്യം പരിശോധിക്കപ്പെടേണ്ടതാണ്, പക്ഷെ അത് ചെയ്യുന്നില്ല. പിണറായി മോദിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഭയന്നാണ് കഴിയുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. CPMൻ്റെ കൗണ്ട് ഡൗൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPMനുള്ളിൽ ദുര്യോധനന്മാർ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് അപജയത്തിൻ്റെ കേരളത്തിലെ കാരണഭൂതൻ അതാരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തന്നെയാണ്. തൻ്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഇപ്പോൾ ഡോക്യുമെൻ്ററി പിൻവലിക്കുന്നത് എന്നുകൂടി ആ സംവിധായകൻ പറയുന്നുണ്ട്. ഈ തീരുമാനത്തിൻ്റെ പേരിൽ എന്ത് തിരിച്ചടി വന്നാലും നേരിടാൻ തയ്യാറാണ് എന്നുകൂടി സുഭാഷ് പറയുന്നുണ്ട്. AKG പഠന ഗവേഷണ കേന്ദ്രമാണ് ഡോക്യുമെൻ്ററിക്കായിട്ട് പണം മുടക്കിയത്. 1 രൂപ പോലും താൻ വാങ്ങിയിട്ടില്ല എന്നും എല്ലാം പിണറായി അറിഞ്ഞുകൊണ്ടാണ് എന്നും അദ്ദേഹവുമായി പാലക്കാട് വെച്ച് ചർച്ച നടത്തിയിരുന്നുവെന്നും സുഭാഷ് പറയുന്നുണ്ട്. തന്നോട് സംസാരിക്കണമെന്ന് പിണറായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സംസാരിച്ചതെന്നും 12 പേരാണ് ഡോക്യുമെൻ്ററിയിൽ സംസാരിക്കുന്നതെന്നും പറയുന്നുണ്ട്. ആരൊക്കെ സംസാരിക്കണമെന്ന് തീരുമാനിച്ചത് പോലും പിണറായി വിജയൻ തന്നെയാണ്. അവർ പറയുന്നവയിൽ ഏതെല്ലാം കാര്യങ്ങൾ ഡോക്യുമെൻ്ററിയിൽ ചേർക്കണമെന്ന് പോലും അത് പറഞ്ഞതും പിണറായിയാണ്. സ്വതസിദ്ധമായ രീതിയിൽ ആ കാര്യത്തിലും അദ്ദേഹം എന്നെ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. ആളുകളെ അറിയിക്കുവാൻ പിണറായി വിജയന് താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുമാത്രമേ ഉള്ളൂ എന്നുകൂടി ഡയറക്ടർ പറഞ്ഞു വെക്കുന്നു. ഡോക്യുമെൻ്ററി നിരവധിയിടങ്ങളിൽ പ്രദർശിപ്പിച്ചു. 2016 തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ ആകമാനം CPM അത് പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഇന്നത്തെ മന്ത്രി P രാജീവാണ് ഈ ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണത്തിനും ഒപ്പം തന്നെ പ്രകാശന ചടങ്ങുകൾക്കും ഒക്കെ അന്ന് ചുക്കാൻ പിടിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ പിണറായി വിജയൻ ആരാണ്, എന്താണ്, പിണറായി വിജയനെക്കുറിച്ച് ഇങ്ങനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ ബ്രാൻഡാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻ്ററി ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് അതിൽ പിണറായി വിജയൻ എന്തോ ഒരു വലിയ അത്ഭുത മനുഷ്യനാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ഇപ്പോൾ പിണറായി വിജയനെ മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയപ്പെടുന്ന ഇതിൻ്റെ സംവിധായകനായ സുഭാഷ്. അങ്ങനെ പലതരത്തിലുള്ള
പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിട്ടുണ്ട് എങ്കിലും പിണറായി വിജയനെ പോലൊരു നേതാവിനെ പുകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെ ആകാശത്തോളം എടുത്ത് ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിമുകളും റീലുകളും ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഒരു പാർട്ടി തരംതാണു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം മറ്റൊന്നുണ്ട്. 4 പേര് അറിയുന്നവനൊരു പേര് തന്നെ ധാരാളം എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ എന്ന പേര് പോലും ആരും കേൾക്കുന്നില്ലേ, അറിയുന്നില്ലേ എന്ന് നമ്മൾ തോന്നിപ്പോകും. അപ്പോൾ ഇവിടെ പിണറായി വിജയനെക്കുറിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതാണ്, താനെന്ന് പറയപ്പെടുന്ന വ്യക്തി ഇതാണ്, താൻ ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി വന്നതാണെന്നും ഒപ്പം തന്നെ വടിവാളിൻ്റെയും കത്തികളുടെയും ഒക്കെ ഇടയിലൂടെ കടന്നു വന്നവനാണ് എന്നൊക്കെ പറയുന്ന വീരസ്യവും വീമ്പിളക്കലുമൊക്കെ പറഞ്ഞ് അതിനെ കാണിച്ച് താൻ എന്തൊക്കെയോ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള പിണറായി വിജയൻ്റെ ശ്രമം അത് ആദ്യാവസാനം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ സംവിധായകൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മൂല്യബോധമില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റുകാരനെ 2016 ചിത്രീകരിച്ച് ജനങ്ങൾക്ക് മുൻപിൽ കാണിക്കേണ്ടി വന്നത് സംവിധായകനും ചിലപ്പോൾ ഇപ്പോൾ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാകാം അതിനെ മാറ്റുന്നത്. എന്തായാലും പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുവാൻ ഓരോ വ്യക്തിക്കും കഴിയുന്നു എന്നുള്ളത് പിണറായി വിജയൻ തന്നെ വരുത്തി വെച്ച വിനയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.